السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل وصحابة أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാനിലെ 12ാമത്തെ സുദിനത്തിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചവരായി നാം നിലകൊള്ളുകയാണ്. അല്ലാഹു അവന്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു يوم الجمعة فيه خلق آدم وفيه أدخل الجنة وفيه أخرج منها. ബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബ, സൂര്യൻ തലയ്ക്ക് മീതെ ഉദിക്കുന്ന ദിവസങ്ങൾ വെച്ച് ഏറ്റവും നല്ല മഹത്തരമാകുന്ന ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഈ സുദിനത്തിലാണ് ബഹുമാനപ്പെട്ട ആദൻ എന്ന് പറയുന്ന പരിശുദ്ധ പ്രവാചകനെ, പ്രഥമ മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് അലൈഹിസ്സലാം. ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചതും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയതും ഈ പരിശുദ്ധമായ സുദിനത്തിലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ദിവസത്തിൽ ധാരാളം സുഹൃതങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ചയുടെ ജുമഅയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഏറ്റവും വലിയ മഹത്തരമാകുന്ന അമൽ. അതിനുവേണ്ടി സുന്നത്തായ കുളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആരെങ്കിലും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നത് പോലെ ജുമഅയുടെ സുന്നത്ത് കണക്കാക്കിക്കൊണ്ട് വെള്ളിയാഴ്ച സുന്നത്തായ കുളി നിർവഹിക്കുകയും അവന്റെ ശരീരവും അവന്റെ റൂമുവാസകലം അത്തർ പൂശി വളരെ റാഹത്തായ നിലയിൽ ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് ജുമഅയ്ക്ക് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അവന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അത്തർ പൂശുക എന്നുള്ള മഹത്തമായ കർമ്മം റമളാനിലായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കണം. പകൽ സമയം അത്തർ പൂശാൻ നമുക്ക് പാടില്ലാത്തതാണ്. നമ്മളുടെ നോമ്പ് മുറിക്കുന്നതിന് ഹേതുവാകുന്നതാണ്. പ്രഭാതത്തിൽ പുറപ്പെടേണ്ട സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ജുമഅയ്ക്ക് മുമ്പുള്ള സമയത്തെ 5 മണിക്കൂറായി പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. രാവിലെ 7 മണിക്ക് ഒരു വ്യക്തി ഇറങ്ങി, അവൻ പരിശുദ്ധമായ ജുമഅയ്ക്ക് വേണ്ടി തയ്യാറായി സുന്നത്തായ കുളി കുളിച്ചു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പുറപ്പെട്ടാൽ ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം ജനങ്ങൾക്ക് വിതരണം ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹുവിന് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുക. 2ാമത്തെ മണിക്കൂർ അഥവാ 8 മണിക്ക് ശേഷം 9 മണിക്കിടക്കായി ആരെങ്കിലും പുറപ്പെട്ടാൽ അവന് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. 9 മണി മുതൽ 10 മണിക്ക് ഇടയ്ക്കായി ആരെങ്കിലും ജുമഅയ്ക്ക് വേണ്ടി പുറപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, തീർച്ചയായും ഒരു കൊമ്പുള്ള ആടിനെ അറുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹുവിന് നൽകുന്നതാണ്. തീർന്നില്ല സഹോദരങ്ങളെ, 4ാമത്തെ മണിക്കൂറിൽ ആരെങ്കിലും ജുമഅയുടെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നേരത്തെ തന്നെ പുറപ്പെട്ടാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു കോഴിയെ അറുത്തുകൊണ്ട് ദാനം ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു അവന് നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 5ാമത്തെ മണിക്കൂറിൽ അഥവാ 12 മണിക്ക് ഒരു വ്യക്തി ജുമഅയ്ക്ക് വേണ്ടി പുറപ്പെട്ടാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു കോഴിമുട്ട ദീനിന്റെ മാർഗത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹുവിന് നൽകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ധാരാളം സുഹൃതങ്ങൾ ജുമഅയിൽ അനുഷ്ഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് എന്ത് ചോദിച്ചാലും ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം മിമ്പറിൽ കയറി തിരിച്ച് ഇറങ്ങുന്ന സമയമാണ് ആ സമയമെന്ന് ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചിലർ ഓർമ്മപ്പെടുത്തുന്നു വെള്ളിയാഴ്ച ദിവസം അസർ കഴിഞ്ഞത് മുതൽക്ക് മഗ്രിബ് വരെയുള്ള സമയമാണ്. ഏതായിരുന്നാലും പരിശുദ്ധമായ ജുമഅയുടെ പകൽ സമയങ്ങൾ മുഴുവനും വളരെയേറെ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച രാവും ദുആഇന് ഇജാബത്തുള്ളതാണ്, അതും വളരെയേറെ ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.